എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു മുരിങ്ങയ്ക്ക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പുളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അരക്കപ്പ് തേങ്ങ, അരക്കപ്പ് ഇല്ല കേട്ടോ, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിലൂടെ കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, അത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ പുളിഞ്ചിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് മീൻ റെഡിയാക്കാം. നമുക്കിനി ഇതിന് കൂട്ട് കാണാം. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഉലുവ 1 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. അതുപോലെ തന്നെ മുളക് പൊടിയും 1.5 ടീസ്പൂൺ. ചെറിയ സ്പൂണിനാണ് 1.5 ടീസ്പൂൺ ഞാൻ എടുത്തത്. പുളി കുറച്ച് മതി. നമുക്ക് പുളിഞ്ചിക്ക കിട്ടിയതുകൊണ്ട് ഇരുമ്പം പുളിയെന്ന് പറയും, പുളിഞ്ചിക്കയെന്നും പറയും. അത് കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തുള്ളൂ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിതിനൊന്ന് നമുക്ക് ഒന്ന് തയ്യാറാക്കാം. അത് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പുളിഞ്ചിക്ക, ഇരുമ്പം പുളിയാണ്, മുരിങ്ങയ്ക്ക, മുളകും വേണമെന്നുള്ളവർക്ക് ചേർക്കാം, അത് ഓപ്ഷനാണ്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിത് ഇളക്കി വയ്ക്കാം. നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം.